ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് മോളിവുഡ് അല്ല, മോഹൻലാൽ വുഡ്. അങ്ങനെ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത, എന്നാൽ പിന്നീട് ടി വിയിൽ വന്നിട്ടും VCR എടുത്തും മൊബൈൽ വഴി ആവർത്തിച്ച് കണ്ട് ഓരോ ഡയലോഗും ഓരോ സീനുകളും ഓരോ സൗണ്ട് എഫക്റ്റും വരെ നമുക്കറിയാം. എന്നിട്ടും റിലീസ് ചെയ്തപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കാൻ ഇന്ന് പോയി കണ്ടു. ഞാൻ പറഞ്ഞത് ഏത് സിനിമയെക്കുറിച്ച് അറിയാലോ? രഞ്ജിത്ത് ഒരുക്കിയ എക്കാലത്തെയും ലാലേട്ടൻ്റെ ക്ലാസിക് ഹിറ്റായ ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗം ആയ രാവണപ്രഭുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ അഭിനയിച്ച ഓരോരോ ആളുകളും ലാലേട്ടൻ, രേവതി, വസുന്ധരദാസ്, ഇന്നസെൻ്റ്, നെപ്പോളിയൻ, ജഗദീഷ്, വിജയരാഘവൻ, രതീഷ്, മനോജ് കെ ജയൻ, അങ്ങനെ ഒരുപാട് താരങ്ങളുള്ള, ആഘോഷിക്കാനുള്ള പാട്ടുകളുള്ള, തീ പോലത്തെ ഫൈറ്റുള്ള, കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗുള്ള ഒരു സിനിമ. എങ്ങനെയുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ മക്കളെ, പോയി കാണണം. നിങ്ങളൊരു ലാലേട്ടൻ ആരാധകനാണെങ്കിൽ ഉറപ്പായിട്ടും കാണണം. അത് ഫുൾ ക്രൗഡുള്ള തിയേറ്ററിൽ പോയി തന്നെ കാണണം. എൻ്റെ മോനെ, ഞാൻ കണ്ടത് ഹൗസ്ഫുൾ തിയേറ്ററിൽ ഇരുന്നാണ് കണ്ടത്. ഈ സിനിമയിലെ ഓരോ സീൻ എല്ലാവർക്കും കാണാൻ പടമാണല്ലോ, അല്ലേ? അപ്പോൾ ലാലേട്ടൻ്റെ ഇൻട്രോ സീൻ വരുമ്പോൾ മുതൽ കയ്യടി, ഇൻട്രോ സീനിലെ തകർത്ത കയ്യടി, വീഡിയോ എടുക്കൽ, എൻ്റെ അമ്മോ, കയ്യടിക്കൽ, ഡാൻസ് കളിക്കൽ. ഈ മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഇത് ഏജ് നോക്കിയിട്ട് കാര്യമില്ല. അതിൽ ഓരോ സീനും ഡയലോഗും കാണാപ്പാടമാണ് എല്ലാവർക്കും, അല്ലേ? എന്നിട്ടും തിയേറ്ററിൽ ഹൗസ്ഫുള്ള്. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ലാലേട്ടനോട് ശരിക്കും അസൂയ തോന്നും. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജഗതിച്ചേട്ടനെ കാണിക്കുമ്പോൾ മുതൽ കയ്യടിയാണ്. ഓരോ ഡയലോഗും ആളുകൾ മുൻകൂട്ടി പറയുകയാണ്. പിന്നെ പാട്ട് വന്നാൽ സ്ക്രീനിൻ്റെ താഴെ പോയി ഡാൻസ്, തകർത്ത് ഡാൻസ്, ചാട്ടിക്കളിച്ച് അർമാദിക്കൽ. അത് ആണും പെൺകുട്ടികൾ എന്നല്ല, ആണ്, പെണ്ണ്, അച്ഛൻ, അമ്മ, അങ്ങനെ ഫ്രണ്ട്സ് വന്നവരെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് സ്ക്രീനിൻ്റെ താഴത്ത് പോയിട്ട് ആഘോഷിക്കുകയാണ്. ഒരു ഉത്സവം, ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ഉത്സവം. ലാലേട്ടനോടുള്ള സ്നേഹം കാണുമ്പോൾ എങ്ങനെ അസൂയ തോന്നാതിരിക്കും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അസൂയ, സ്നേഹം കൊണ്ടുള്ള അസൂയ തോന്നുന്നത്. ലവ് യു ലാലേട്ട, ലവ് യു. 24 വർഷം മുൻപ് ഇറങ്ങിയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒന്നും പറയാനില്ല ഫ്രണ്ട്സ്, തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. നിങ്ങളൊരു ലാലേട്ടൻ ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. കുറച്ചു കാലം മുൻപ് നമ്മുടെ അശ്വൻ ഗോക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അവതാരകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ ഫീൽഡ് ഔട്ട് ആയോ എന്ന്. ആ അവതാരകൻ ചോദിച്ചപ്പോൾ അശ്വൻ ഗോക്ക് പറഞ്ഞ മറുപടി, ലാലേട്ടനൊന്നും ഫീൽഡ് ഔട്ട് ആവുകയില്ല, ഇനിയും ഒരു 10-40 വർഷത്തിലേക്കുള്ളത് ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് അശ്വൻ ഗോക്ക് അന്ന് പറഞ്ഞത്. അശ്വൻ ഗോക്ക് പറഞ്ഞത് എത്ര ശരിയാണെന്ന് ഈ റിലീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അത് എത്ര റിലീസുകൾ, അതെല്ലാം ഗംഭീര സിനിമകൾ, ഗംഭീര കളക്ഷൻ റിപ്പോർട്ട്. സ്ഫടികം, ദേവദൂതൻ അന്നത്തെ കാലത്ത് ഹിറ്റായില്ല പറഞ്ഞു, അതും ഗംഭീര കളക്ഷൻ. മണിച്ചിത്രത്താഴ്, അതും ഗംഭീരം. ചോട്ടാ മുമ്പ് പിന്നെ പറയണ്ട, ഫുള്ള് ആഘോഷിക്കണം. 1-2 ആഴ്ച ഫുള്ളാണ് എല്ലാ തിയേറ്ററിലും. ഇപ്പം ഈ വന്നു രാവണപ്രഭു, എന്തായാലും ഗംഭീര. പണ്ട് ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല ഈ സിനിമ. എന്തായാലും ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞാൽ, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പണ്ട് നമ്മൾ 24 വർഷം മുമ്പ് പറഞ്ഞാൽ എനിക്ക് 10-13 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ തിയേറ്ററിലേക്കൊന്നും കൊണ്ടുപോകാൻ ആളില്ല, നമ്മൾ ആയിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേർ 10 വയസ്സിൽ മുതൽ പോകുന്നുണ്ട്, പക്ഷെ നമ്മൾക്കപ്പോൾ ആയിട്ടില്ലല്ലോ. ഇപ്പോൾ എൻ്റെ മകന് 5 വയസ്സുണ്ട്. 5 വയസ്സിന് ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോയി. നമ്മൾക്ക് അന്നത്തെ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് പോയിട്ടില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും ഗംഭീരം പറഞ്ഞാൽ ഗംഭീരം. നിങ്ങൾ കാണുകയാണെങ്കിൽ മാക്സിമം ക്രൗഡുള്ള നല്ല തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇനിയിപ്പോൾ എന്ത് പറയണമെന്നറിയില്ല, വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ ഇത് മലയാളത്തിൻ്റെ മോളിവുഡ് പറയാനില്ല, മോഹൻലാലിൻ്റെ വുഡാണ്, മോഹൻലാൽ വുഡ്. അത് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഈ മനുഷ്യൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വാക്കുകൾ പറഞ്ഞാൽ കിട്ടില്ല. ലവ് യു ലാലേട്ട, ഉമ്മ, എത്ര പറഞ്ഞാൽ അത്രയ്ക്ക്
കാരണം തിയേറ്ററിൽ ആഘോഷിക്കുകയാണത് ആൺ പെൺ വ്യത്യാസമില്ലാതെ, ചെറിയവർ വലിയവർ വ്യത്യാസമില്ലാതെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്കത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം ആ സൗണ്ട് പേടി ഈ ചാനലൊക്കെ പറഞ്ഞിട്ട് എന്തായാലും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഒന്നൊന്നര പടം തന്നെയാണ് ഇപ്പോൾ രാവണപ്രഭു. എന്തായാലും റിലീസിന് മലയാളത്തിൽ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ പടമേ ഉള്ളൂ, തമിഴിലാണെങ്കിൽ വിജയുടെ. മലയാളത്തിലെ ലാലേട്ടൻ്റെ പടം കഴിഞ്ഞിട്ടേ റിലീസ്. കാരണം അശ്വന്തൊക്കെ പറഞ്ഞ പോലെ 40-40 വർഷത്തേക്കുള്ളത് ഈ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ റിലീസ് കാണുമ്പോഴും നമുക്ക് അറിയുന്നുണ്ട്. ഇനി അങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ ഏതെങ്കിലുമൊക്കെ റിലീസ് അങ്ങോട്ട് ആഘോഷിക്കാനുള്ള പടങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, ഈ കൂടുതൽ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, എനിക്ക് പറയാൻ വാക്കും കിട്ടുന്നില്ല. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഓക്കെ ബൈ.